സാറേ, ഈ നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP, അദ്ദേഹം CPM-ന്റെ വലിയ നേതാവാണ്, പത്രപ്രവർത്തകനാണ്, ദൃശ്യമാധ്യമ പ്രവർത്തകനാണ്, ഒക്കെയാണ്, പിണറായിയുടെ വിശ്വസ്തനും. അങ്ങനെയുള്ള അദ്ദേഹത്തെ CPM പുറത്താക്കിയോ അതോ അദ്ദേഹം CPM വിട്ടോ? എനിക്കൊരു സംശയം. എന്താ അങ്ങനെ ചോദിക്കാൻ? വളരെ അതിനൊരു കാരണമുണ്ട് സാർ. നമുക്കറിയാം, പണ്ട് അമൃതാനന്ദമയി അമ്മയ്ക്കെതിരെ ജോൺ ബ്രിട്ടാസ് കൊമ്പും കുഴലും ഒക്കെ എടുത്ത് അമേരിക്ക വരെ പോയത്, ഓസ്ട്രേലിയ വരെയൊക്കെ പോയത് നമ്മൾ കണ്ടതാണ്, അല്ലേ? ഏതോ ഒരു സ്ത്രീ ഏതോ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഈ അമ്മയ്ക്കെതിരെ വലിയ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പോയതാണ്. അതൊക്കെ നനഞ്ഞ പടക്കമായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അതിന് തിരിച്ചടി കിട്ടി. അത് G. സുധാകരൻ അടക്കമുള്ളവർ പറയുകയും ചെയ്തു. ഇപ്പോഴിതാ ഒരു പുതിയ ട്വിസ്റ്റ്. അല്ല, ആ തിരിച്ചടി കരുനാഗപ്പള്ളി ഭാഗത്തൊക്കെ ഇവർക്ക് സീറ്റ് പോയി. അതെ, അതിന്റെ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കണ്ടു. അത് മറ്റൊരു വിഷയം. ഞാനിപ്പോൾ ചോദിക്കാൻ വന്നത്, ഇപ്പോൾ ഇതാ സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് അമൃതാനന്ദമയി അമ്മയെ ആദരിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു. എന്ത് തരത്തിലുള്ള ആദരവാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അങ്ങയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന്. ബ്രിട്ടാസിനെ അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. ബ്രിട്ടാസിനെ പാർട്ടി തന്നെ എടുത്ത് കളയും. ഇങ്ങനെ ഒരാൾ ബ്രിട്ടാസിനെ ഡൽഹിയിൽ നിന്ന് കളിച്ച ഇങ്ങനെ ഒരാളെ തേജോവധം ചെയ്തതിന്റെ പേരില് ഇപ്പൊ അമൃതാനന്ദമയി ആദരിക്കുന്നത്, കാര്യം പറയുന്നത്, അമൃതാനന്ദമയി UN-ൽ പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിന്റെ 25ാം വാർഷികം ജൂബിലി. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ആദരിക്കണമല്ലോ നമ്മുടെ സംസ്ഥാന സർക്കാർ. അതിന് 2000-ലാണ് അമ്മ സംസാരിച്ചത് UN-ൽ. അന്ന് ഇവരൊക്കെ വലിയ പുച്ഛമായിരുന്നു. അന്ന് ഏഷ്യാനെറ്റില് ഈ TN ഗോപകുമാർ അമ്മയുടെ ഒരു അഭിമുഖം നടത്തിയിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ആ അഭിമുഖത്തെ കുറിച്ച് തന്നെ CPM-കാരൊക്കെ വളരെ പുച്ഛിച്ചും നികൃഷ്ടമായിട്ടും ഒക്കെയാണ് സംസാരിച്ചത്. എനിക്ക് പരിചയമുള്ള പല നേതാക്കളും ഈവൻ അന്ന് ഈ ചാനലുകൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ തന്നെ വളരെ പുച്ഛത്തിലാണ് അതിനെതിരെ പ്രതികരിച്ചത്. സജി ചെറിയാനും ബാലഗോപാലും ഒക്കെ അവിടെ എത്തുകയാണ് ആദരിക്കാൻ വേണ്ടിയിട്ട്. അത് ശരി. അപ്പൊ വലിയ വിപുലമായ പരിപാടിയാണ്. ഇനി അടുത്ത മാസം ഒക്ടോബറിൽ 26 ആണെന്ന് തോന്നുന്നു, അമ്മയുടെ ജന്മദിനവും വരുന്നുണ്ട്. അതിപ്പോ സെപ്റ്റംബർ 27, നാളെയോ മറ്റന്നാളോ ആണ്. അല്ല, ജന്മദിനം അടുത്ത മാസം ഒക്ടോബറിലാണ്. അതും ചിലപ്പോൾ ഈ സംസ്ഥാന സർക്കാർ അതങ്ങ് ഏറ്റെടുക്കാൻ സാധ്യത കാണും. അങ്ങനെ പോവുകയാണെങ്കിൽ അതിൽ സംസ്ഥാന സർക്കാരും പങ്കാളികളാകും. അത് അമൃതപുരിയിൽ വെച്ച്, അമൃതപുരി എന്ന് പറയുന്നത് പിന്നെ വള്ളിക്കാവ്, അതായത് കരുനാഗപ്പള്ളിയിൽ നിന്ന് ബോട്ട് വഴി, വള്ളം വഴി, നമുക്ക് റോഡ് വഴി പോവാം, പുതിയകാവ് വഴി ഇച്ചിരി ശകലം ചുറ്റി പോകണമെന്നേ ഉള്ളൂ. നല്ല അവിടെ കാണണ്ട പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കടലും കായലും ആയിട്ട് ഇങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. കാണേണ്ട ഇടം തന്നെ. അതെ. അല്ല, അമൃതാനന്ദമയിയുടെ വലിയ ദൈവികമായ ഇതിനെ ഒന്നും ഞാൻ അതിനെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. അത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അവിശ്വസിക്കുന്നവർ അവിശ്വസിക്കട്ടെ. നമ്മൾ ഒന്നിനെയും നിന്ദിക്കില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്ന കാണണം, അതിൻ്റെതായ ഒരു രീതിയിലും വളരെ അച്ചടക്കവും. അമൃതാനന്ദമയി ആശ്രമ ആ വ്യക്തിയിലൂടെ തന്നെ എത്ര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അമൃത ആശുപത്രി, ഈ മെഡിക്കൽ കോളേജ് വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സജി ചെറിയാൻ പറഞ്ഞല്ലോ, എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് അമൃത ആശുപത്രിയാണ്. അമൃത ആശുപത്രി ഒരു സാറ്റലൈറ്റ് ചാനല്, പിന്നെ നിരവധി സ്കൂളുകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, ആയുർവേദ മെഡിക്കൽ കോളേജ്. ഇതിലെ ഈ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കോയമ്പത്തൂരിലാണ് പിണറായി വിജയന്റെ മകള് പോയി പഠിച്ചത്. അവിടെ എൻട്രൻസ് പരീക്ഷ പോലും എഴുതിയില്ല. അതൊക്കെ ആരോ പറഞ്ഞു, ബെർലിൻ കുഞ്ഞൻ ആരാണ് പറഞ്ഞത്. അന്ന് പിണറായിയുമായിട്ട് ഇത്തിരി ഉരಸಿ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ എത്ര കുടുംബം ഇതിലൂടെ ജീവിച്ചു പോകുന്നതിലൂടെ. അതാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെ ഓടിയെത്തി അമൃതാനന്ദമയി മഠം വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. കേരളത്തിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ സുനാമി നടന്നപ്പോൾ സുനാമിയിലൊക്കെ വലിയ പങ്കാളിത്ത രീതിയിൽ അമ്മ, അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സുനാമി നടന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ നമ്മുടെ റവന്യൂ മന്ത്രി KM മാണിയാണ്. അപ്പോൾ വീടുകൾക്ക് നിർമ്മിക്കാനുള്ള അനുമതി ഒരു നിശ്ചിത എണ്ണം കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയോട് പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞു. അത് വലിയ പ്രശ്നമായി. ഇവിടെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നു. കാരണം അമ്മ എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഈ വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ മാണി പറഞ്ഞത്, അല്ല, അത് ഞങ്ങൾ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നില്ല, കുറച്ച് വീടുകൾ മറ്റു ചിലരും ഒക്കെ, അതായത് മറ്റു ചിലർക്കും ഒക്കെ കൊടുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്കത് വലിയ പ്രശ്നമാണ്. അല്ല, ഈ മനുഷ്യ സേവയാണ് ദൈവത്തെ സേവിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ
പമ്പയിൽ പോയി അയ്യപ്പ സംഗമം നടത്തി അതിന്റെ മുമ്പിൽ തത്വമസി എന്നൊക്കെ എഴുതി വെച്ചിട്ട് അതിനകത്ത് പിണറായി വിജയൻ വന്നു നിന്ന് തത്വമസിയുടെ അർത്ഥം വിശദീകരിക്കുകയാണ്. ഇതൊക്കെ കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് ഹൈന്ദവർക്ക് നന്നായിട്ട് തത്വമസിയുടെ അർത്ഥം അറിയാം. ഇപ്പോഴാണ് പിണറായി വിജയന് ബോധ്യമായത്. ഹൈന്ദവർക്ക് മാത്രമല്ല കേട്ടോ, മറ്റു മതസ്ഥരും ഭഗവത്ഗീതയൊക്കെ വായിക്കുന്ന മറ്റു മതസ്ഥർക്കും സത്യത്തിൽ തത്വമസിയുടെ അർത്ഥം അറിയാം. അതൊരു വളരെ ജനകീയമായ ഒരു വാക്കാണ്. മിക്കവാറും ഇവർ AK സെന്ററിന് മുമ്പിൽ എഴുതി തത്വമസി എന്നുള്ളത്. ഇപ്പൊ നോക്കിക്കോണേ, ശബരിമല ഇപ്പൊ ഇവരങ്ങ് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി അതിന്റെ കൂടെ അമൃതാനന്ദമയെ കൂടെ ആദരവ് സർക്കാർ ആദരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ഹൈന്ദവരെയും അങ്ങ് ഏറ്റെടുക്കാനുള്ള. അപ്പൊ എന്താണ്, നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ മുഴുവൻ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കപടഭക്തിയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ലയോ? ഗവർണർ ചോദിച്ചിട്ടുണ്ടെന്ന്, നിങ്ങൾ കാണിക്കുന്നത് കപടഭക്തിയാണ്. അങ്ങനെ ശബരിമല അയ്യപ്പനോട് ഇപ്പൊ ചേർത്ത് നിർത്തുന്ന നിങ്ങൾ ഭാരതാംബയുടെ ചിത്രം കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് മുഖം തിരിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചു. ഗവർണർ ചോദിച്ച കാര്യം കറക്റ്റ്. അത് മാത്രമല്ല, ഈ അമൃതാനന്ദമയി അമ്മയെയും മഠത്തെയും ആശ്രമത്തെയും എതിർത്തുകൊണ്ട് ഒരു കാലത്ത് ദേശാഭിമാനിയിൽ എന്തോരം വാർത്തകളാണ് വരുന്നത്. ദേശാഭിമാനിയിൽ എതിർത്തപ്പോ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. P. ഗോവിന്ദപിള്ള, നമ്മുടെ PG നമ്മൾ വിളിക്കുന്ന, അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ഒക്കെ സമ്മതിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ മുന്നിൽ നമുക്ക് നമിച്ചേ പറ്റൂ. നല്ല അറിവുള്ള മനുഷ്യൻ. അദ്ദേഹം പുട്ടവർത്തി പോയിട്ടുണ്ട്. അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞെന്നറിയോ, അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയണമല്ലോ. ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുന്നു, അവിടെ എന്താണ് നമുക്കൊന്ന് അറിയണ്ടേ. മലയാലപ്പുഴ, പത്തനംതിട്ടയിലെ മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിലെ ഒരു വലിയൊരു അർച്ചന നടന്നു. ശതകോടി അർച്ചന, കോടികൾ ചെലവഴിച്ചു ദേവസ്വം ബോർഡിന്റെ. PG അവിടെ പോയി. PG അവിടെ പോയി എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞതുപോലെ ഈ PG ഒരു ഭക്തനാണ് എന്ന് നമ്മുടെ പിന്നെ ABC തന്നെ സംസാരിക്കാൻ വരുന്ന, ABC ചാനലിൽ സംസാരിക്കാൻ വരുന്ന മുൻ പത്രപ്രവർത്തകൻ നമ്മുടെ രാമേന്ദ്ര സാറും, അതുപോലെ നേരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന ഇപ്പം BJPയിൽ പ്രവർത്തിക്കുന്ന മുൻ PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണനും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പുതുശ്ശേരി രാമചന്ദ്രനെ വള്ളിക്കാവ് അമൃതാനന്ദമയ ആശ്രമത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അവിടെ ഒച്ചിറയിൽ നിന്ന് അവിടെ വള്ളത്തിൽ കയറി പോകുമ്പോൾ ആ വള്ളത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഈ മൊബൈലൊന്നും ഇത്ര എത്തിയിട്ടില്ലാത്ത സമയത്താണ്. കുറെ കഴിഞ്ഞപ്പോൾ അവിടെ മൈക്കിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നു. അവർ വീട്ടുകാരെല്ലാം കൂടെ വന്നതാണ്. ഈ പ്രദേശത്ത് എവിടെയെങ്കിലും പുതുശ്ശേരി രാമചന്ദ്രൻ സാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഇന്നിടത്ത് എത്തണം, ഭാര്യയും കുടുംബാംഗങ്ങളും കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഉള്ളവർ മുഴുവൻ അറിഞ്ഞു പുതുശ്ശേരിയും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. പുതുശ്ശേരി ഇടതുപക്ഷക്കാരനാണ് എന്നുള്ളത്. എന്നാലും അദ്ദേഹം ഒരു നല്ല ആധ്യാത്മികമായിട്ട് അറിവൊക്കെയുള്ള നല്ല അധ്യാപകനാണ്, നല്ല കവിയാണ്, ഒക്കെയാണ്. സാറേ, ഈ പറയുന്ന ദേശാഭിമാനി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്തോരം എതിർപ്പായിരുന്നു. ഈ അമ്മയെ തലങ്ങും വിലങ്ങും ആക്രമിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ CPM-ന്റെ പോഷക സംഘടനയായ ശബരിമലയെ അങ്ങ് ചേർത്ത് നിർത്തി, ഹിന്ദുക്കളുടെ വോട്ടെടുത്ത്. അമൃതാനന്ദമയെയും ചേർത്ത് നിർത്തുന്നു. ഇനി ഇപ്പൊ അടുത്ത ചേർത്ത് നിർത്താൻ പോകുന്നത് സായിബാബ ചേർത്ത് നിർത്തും. സായിബാബ പിന്നെ ഇവിടെ അല്ല എന്ന് പറയാം. അതിനേക്കാൾ ഒരുപാട് ഭക്തരുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട വേറെ കാര്യം വരുന്നുണ്ട്. ആറ്റുകാൽ പൊങ്കാല ഇവരെ ഏറ്റെടുക്കും. ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ്. തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മെയ് മാസത്തിലാണ്. 20-25 ലക്ഷം സ്ത്രീ ഭക്തജനങ്ങൾ തിരുവനന്തപുരത്ത് ഒന്നിക്കുന്നതാണ്. മിക്കവാറും AKG സെന്ററിന്റെ അവിടെ തന്നെ ഒരു പണ്ടാരയെടുപ്പ് ഉണ്ടാകും. സഖാക്കന്മാരുടെ ഭാര്യമാരെല്ലാം നിരന്നിരിക്കും. പിന്നെ ഇതുപോലെ ഒരു പൊങ്കാലയാണ് പിന്നെ ഇവിടെ നടക്കുന്നത്, നമ്മുടെ ചക്കുളത്ത്. അത് മിക്കവാറും സജി ചെറിയാൻ നേതൃത്വം കൊടുക്കും. കരിക്കകത്തൊരു പൊങ്കാലയുണ്ട്. ആ പൊങ്കാലയുടെ സാരഥ്യം വഹിക്കുന്നത് കടകംപള്ളിയോ മന്ത്രി ശിവൻകുട്ടിയോ. ഈ ഡിസംബർ അങ്ങോട്ട് കഴിയുമ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവം അങ്ങോട്ട് തുടങ്ങും. തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളൊക്കെ മിക്കവാറും അങ്ങ് CPM അങ്ങ് ടേക്ക് ഓവർ ചെയ്യും. അപ്പോൾ മുഴുവൻ ഹൈന്ദവ വോട്ടുകളും. പക്ഷെ ഇത് ഒന്നാം തരം കപടഭക്തിയാണ് എന്ന് ഇവിടുത്തെ നല്ലവരായ ഹിന്ദുക്കൾക്കൊക്കെ അറിയാം എന്നുള്ളത് അറിയാം. കാരണം നഷ്ടപ്പെടുന്ന വോട്ടുകൾ ഇപ്പുറത്ത് എങ്ങനെയെങ്കിലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതിനുള്ള പരിശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്.